എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ പെട്ടെന്ന് തേങ്ങ അരച്ച് ഒരു ചെമ്മീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കെ. മുരിങ്ങാക്കോലൊക്കെ ഇട്ടിട്ട് അതിന് ഫസ്റ്റ് നമുക്ക് മുരിങ്ങാക്കോലെല്ലാം അങ്ങ് പറിക്കാം. ഇത് വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. ഇനി നമുക്ക് സംഭവ സാമഗ്രികളൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെക്കേ. ഇനി പാനൊക്കെ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അത് ചൂടാവുമ്പോൾ നമുക്കൊരു 10 ചെറുള്ളി ഇട്ട് കൊടുക്കാം, നടുവ് കീറിയത്. പിന്നെ 2 പച്ചമുളകും ഒരു വലിയ തക്കാളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റാം. കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ അതിൻ്റെ കൂടെ. ഈ ഒരു ഗ്യാപ്പിലെ മിക്സിയിൽ ഒരു അരമുറി തേങ്ങയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം അരച്ച് വെക്കണേ, മഷി പോലെ. ഇനി ഇതെല്ലാം വഴറ്റി ഒരു റെഡിയായി വന്നാൽ നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഇതൊരു വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആട്ടോ ഇടുന്നത്. എന്നിട്ട് നല്ലോണം വഴറ്റി പച്ചമണമൊക്കെ മാറി വരുമ്പം വേണം നമുക്ക് നമ്മുടെ മുരിങ്ങാക്കോൽ ഇതിലേക്ക് ഇടാൻ. ഇവിടെ നമ്മളെ ഒരു വലിയ മുരിങ്ങക്കോലാട്ടോ എടുത്തേക്കണേ. എന്നിട്ട് വേണം നമ്മൾ ആവശ്യത്തിന് ഉപ്പെല്ലാം ഇട്ട് കൊടുക്കാൻ. കല്ലുപ്പാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി നമ്മൾ പുളിവെള്ളം ഒഴിച്ചെടുക്കുക. വാളംപുളിയാട്ടോ എടുത്തേക്കണത്. അത് ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ളത് കുതിർത്തി വെച്ച് പിഴിഞ്ഞിട്ട് ഒഴിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇവിടെ 1/2 കിലോ ചെമ്മീനാട്ടോ എടുത്തേക്കണേ. അത് ഈ മസാലയിൽ കിടന്നൊന്ന് വേവണം. എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ അരപ്പൊക്കെ ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം. വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ചെമ്മീൻ തന്നെ വെള്ളം ഇറങ്ങുവേ. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ അരപ്പൊക്കെ ഒഴിച്ച് നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലോണം വേവിക്കാം. മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ചെമ്മീനായതുകൊണ്ട് അധികം കുക്കിംഗ് ടൈമൊന്നും വേണ്ടല്ലോ, പെട്ടെന്ന് റെഡി ആവില്ലേ. ഇനി ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് വറവൊക്കെ ഇട്ടുകൊടുത്താൽ നമ്മുടെ ചെമ്മീൻ കറി റെഡിയായി. ഇനി നമുക്ക് വറുത്തിടെ ഒരു കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് കടുക് പൊട്ടിക്കുക. എന്നിട്ട് ചെറുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റിയതിന് ശേഷം നമ്മൾ കറിയിലേക്ക് ഒഴിക്കുക. നമ്മുടെ കറി റെഡിയായി. ഇനി നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ കഴിച്ചാൽ അന്തസ്സ്. അപ്പോൾ എല്ലാവരും ഈ കറി എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഒരു ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം.